നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രതികൂല സാഹചര്യങ്ങൾ ഹൃദയം തകർത്തിട്ടും പ്രതിസന്ധികളെ വകവയ്ക്കാതെ മുന്നോട്ടോടിയവരെയാണ് നാം വിജയികൾ എന്ന് വിളിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങൾ തരണം ചെയ്ത് നേടുന്ന വിജയങ്ങളാണ് സ്ഥിരത നേടുന്നത്. ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികൾ കടന്ന് വലിയ നേട്ടങ്ങളും വിജയങ്ങളും കൈവരിച്ച നടി രാധികയുടെയും ശരത് കുമാറിന്റെ മകൾ വരലക്ഷ്മിയുടെയും സംഭവ ബഹുലമായ ജീവിതമാകട്ടെ ഈ എപ്പിസോഡ്. നടി രാധിക ശരത് കുമാർ നായികയായി അഭിനയിച്ച തായ് കിഴവി എന്ന തമിഴ് ചിത്രം ഇന്ന് 50 കോടിയിലേറെ കളക്ഷൻ പിന്നിട്ട് കഴിഞ്ഞു. തമിഴ്നാട് ഗ്രാമവാസിയായ ഒരു ടിപ്പിക്കൽ കിഴവിയായിട്ടാണ് അവർ അതിൽ വേഷമിട്ടിരിക്കുന്നത്. മേക്കപ്പിലൂടെ വലിയ രൂപമാറ്റം വരുത്തിക്കൊണ്ടാണ് അവരതിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല ഇരുത്തം വന്ന ഒരു അഭിനേത്രിയായ അവരുടെ അഭിനയ ചാതുര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. പടം കണ്ടിറങ്ങിയവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, ഈ വർഷത്തെ നാഷണൽ അവാർഡ് രാധികയ്ക്കായിരിക്കും. രാധിക എന്ന നടിയുടെ സിനിമാ ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സിനിമാക്കാരുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. ഒരു കാലയളവിൽ അവർ കേരളത്തിന്റെ മരുമകളായിരുന്നു. അന്നവർ വിവാഹം കഴിച്ചിരുന്നത് നടനും സംവിധായകനുമായ പ്രതാപ് പോത്തനെയായിരുന്നു. ഏതാണ്ട് 2 വർഷക്കാലത്തോളമേ ആ ബന്ധം തുടരാൻ കഴിഞ്ഞുള്ളൂ. അതിനുള്ള കാരണമായി പ്രതാപ് പോത്തൻ അന്ന് പറഞ്ഞിരുന്നത് തനിക്ക് ഒരു പിതാവാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം സാധിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വേർപിരിഞ്ഞതെന്നായിരുന്നു. അതിനുശേഷം രാധിക ഒരു ഇംഗ്ലീഷുകാരനെ വിവാഹം കഴിച്ചു. റിച്ചാർഡ് ഹാർഡി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആ ബന്ധത്തിൽ രാധികയ്ക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. അങ്ങനെ തനിക്കൊരു അമ്മയാകാൻ കഴിയുമെന്ന് രാധിക തെളിയിച്ചു. ആ പെൺകുട്ടിയാണ് റയാന ഹാർഡി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ വിവാഹബന്ധവും 2 വർഷക്കാലമേ നീണ്ടു നിന്നുള്ളൂ. ഈ കാലയളവിൽ സിനിമയിൽ നിന്നും കുറച്ചു കാലം ബ്രേക്ക് എടുത്ത രാധിക വീണ്ടും സിനിമയിലേക്ക് തന്നെ തിരികെ വന്നു. പിന്നീട് നടൻ ശരത് കുമാറുമായി പ്രണയത്തിലാവുകയും 2001 അവർ തമ്മിൽ വിവാഹിതരാവുകയും ചെയ്തു. അതിൽ അവർക്കൊരു മകനുണ്ട്, രാഹുൽ ശരത് കുമാർ. 1/4 നൂറ്റാണ്ട് കാലത്തോളമായി അവരുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷപ്രദമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി ശരത് കുമാറിലേക്ക് വന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിനുമുണ്ട് ഇതുപോലൊരു ഫ്ലാഷ് ബാക്ക്. ശരത് കുമാറിന്റെ ആദ്യ ഭാര്യയാണ് ഛായാദേവി. ഈ ബന്ധത്തിൽ ശരത് കുമാറിന് 2 പെൺമക്കളാണുള്ളത്. അതിൽ മൂത്ത കുട്ടിയായ വരലക്ഷ്മി അറിയപ്പെടുന്ന ഒരു നടിയാണ്, കസബയിലെ നമ്മുടെ മമ്മൂട്ടിയുടെ നായിക. ഛായാദേവിയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയതിനു ശേഷം ശരത് കുമാർ കുറച്ചു വർഷം നടി നഗ്മയുമായി ലിവിംഗ് ടുഗദറിലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ആ ബന്ധത്തിൽ നിന്നും പിന്മാറിയതിനു ശേഷമാണ് രാധികയുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. ശരത് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിയിലും അദ്ദേഹം വേരൂന്നി നിന്നിട്ടില്ല. ആദ്യം അദ്ദേഹം DMK-യിലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ജയലളിതയുടെ AIADMK-യിലേക്ക് ചേക്കേറി. അവിടെ നിന്നും പിണങ്ങിപ്പോയി സ്വന്തം പാർട്ടി ഉണ്ടാക്കി. ആ കക്ഷിയുടെ പേരാണ് ആൾ ഇന്ത്യ സമത്വ മക്കൾ കക്ഷി. അത് ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ ആ പാർട്ടി പിന്നീട് BJP-യിലേക്ക് ലയിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹം BJP-യിൽ തുടരുന്നു. ജയലളിതയുടെ പാർട്ടിയിലായിരുന്നപ്പോൾ അദ്ദേഹം MP-യും MLA-യും ഒക്കെ ആയിരുന്നിട്ടുമുണ്ട്. രാധികയുടെ സ്വന്തം അനുജത്തിയാണ് നടി നിരോഷ. നിരോഷ എന്റെ ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഒരു മുത്തശ്ശി കഥയ്ക്ക് ശേഷമാണ് നിരോഷ മണിരത്നത്തിന്റെ അഗ്നി നക്ഷത്രം എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അതോടെ നിരോഷ തെന്നിന്ത്യയിലെ മുൻനിര നടിമാരിൽ ഒരാളായി മാറുകയാണ് ഉണ്ടായത്. നടൻ റാംകിയാണ് അവരുടെ ഭർത്താവ്. രാധികയുടെ പിതാവ് MR രാധ പഴയ കാല സിനിമകളിലെ അറിയപ്പെടുന്ന ഒരു നടനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേക രീതിയിലുള്ള അഭിനയവും വേറിട്ട ശബ്ദവുമൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു. MR രാധ DMK-യുടെ ഒരു നേതാവ് കൂടിയായിരുന്നു. MGR-െ കൊല ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നേരെ വെടിയുതിർത്ത ഒരാൾ കൂടിയാണ് MR രാധ. MR രാധയ്ക്കും 3 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3ാമത്തെ ഭാര്യ ഗീതയുടെ മക്കളാണ് രാധികയും നിരോഷയും ഒക്കെ. MR രാധയുടെ മറ്റൊരു ഭാര്യയിലുള്ള മകനാണ് രാധാരവി എന്ന നടനും അദ്ദേഹത്തിന്റെ സഹോദരനായ അന്തരിച്ച നടൻ MRR വാസുവും. ഇത്രയധികം സിനിമാ ബന്ധമുള്ള മറ്റൊരു നടി ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ ഈ പറഞ്ഞവരെല്ലാവരും തന്നെ സിനിമയിൽ അറിയപ്പെടുന്നവരും ഉന്നതരുമാണ്. ഈ അടുത്ത ദിവസം നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരത് കുമാറിന്റെയും ഛായാദേവിയുടെയും മകളായ വരലക്ഷ്മി സംവിധാനം
സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ നടന്നിരുന്നു. ആ ഫംഗ്ഷനിൽ ശരത് കുമാറിന്റെ മുൻ ഭാര്യ ഛായാദേവിയും ഇപ്പോഴത്തെ ഭാര്യയായ രാധികയും ഒരേ വേദിയിൽ പങ്കെടുത്തിരുന്നു. സാധാരണ ഇത്തരത്തിൽ രണ്ട് ഭാര്യമാർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം വൈര്യത്തോടെ പെരുമാറുന്നതാണ് നാം കണ്ടുവരുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് വല്ലാത്ത വീർപ്പുമുട്ടലുകളും അനുഭവിക്കുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് തികച്ചും ആശ്ചര്യമുളവാക്കുന്ന സമീപനമാണ്. ഇവർ രണ്ടുപേരും പരസ്പരം ബഹുമാനത്തോടെയും സൗഹൃദത്തോടെയുമാണ് പെരുമാറിയിരുന്നത്. ആദ്യ ഭാര്യയായ ഛായാദേവി ഇപ്പോഴത്തെ ഭാര്യയായ രാധികയെ കുറിച്ച് വേദിയിൽ സംസാരിക്കവേ രാധികയുടെ അഭിനയ മികവിനെയും വ്യക്തിത്വത്തെയും വാനോളം പുകഴ്ത്തി. ഛായാദേവി വേദിയിൽ വെച്ച് ഒരു കാര്യം ഓർത്തെടുത്ത് പറയുകയുണ്ടായി. അത് തന്റെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളായിരുന്നു എന്ന് പറയുന്നു. താൻ പണ്ട് ദൂരദർശനിലെ അവതാരികയായിരിക്കുമ്പോൾ രാധിക മാമിനെ ഇന്റർവ്യൂ ചെയ്തതാണ്, അഭിമുഖം ചെയ്തതാണ്. അതൊരു ദീപാവലി സ്പെഷ്യൽ അഭിമുഖമായിരുന്നു. രാധികയുടെ കഴിവിനെ താൻ ആദരവോടെ കാണുന്നു. ആ ഇന്റർവ്യൂ എടുക്കുന്ന വേളയിൽ ഒരുപക്ഷെ അവർ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല തന്റെ മുന്നിലിരിക്കുന്നത് തന്റെ ഭർത്താവിന്റെ ഭാവി ഭാര്യയായിരിക്കുമെന്ന്. ഇതിനെയൊക്കെയാണ് നാം വിധി എന്ന ഓമന പേരിൽ വിളിക്കുന്നത്. ഛായാദേവിയുടെ വികാര നിർഭരമായ പ്രസംഗം സശ്രദ്ധം ശ്രവിച്ചുകൊണ്ട് മകൾ വരലക്ഷ്മിയും പിതാവ് ശരത് കുമാറും രണ്ടാം ഭാര്യ രാധികയും വേദിയിലുണ്ടായിരുന്നു. ഛായയിൽ നിന്നും തന്നെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാക്കുകൾ ഉണ്ടാകുമെന്ന് രാധിക ഒരിക്കലും കരുതിയിരുന്നില്ല. ആ വാക്കുകൾ രാധികയിൽ അത്ഭുതവും ആശ്ചര്യവും ഉളവാക്കിയതായി രാധിക തന്നെ പറയുന്നുണ്ട്. അമ്മയുടെ ആ വാക്കുകളെ കയ്യടിയോടെയാണ് വരലക്ഷ്മി സ്വീകരിച്ചത്. തന്റെ രണ്ടാനമ്മ എന്നതിലുപരി വളരെ ഊഷ്മളമായ ഒരു ബന്ധമാണ് വരലക്ഷ്മി രാധികയുമായി പുലർത്തിപ്പോകുന്നത്. തന്റെ കുടുംബകാര്യങ്ങളിലൊക്കെ മാതൃകാപരമായ അഭിപ്രായവും സമീപനവും പുലർത്തുന്ന ആളാണ് വരലക്ഷ്മി. എന്നാൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിൽ തികച്ചും പൊതുസമൂഹത്തിന് അംഗീകരിക്കാനാകാത്ത അഭിപ്രായങ്ങളാണ് പലപ്പോഴും പറയാറുള്ളത്. അവർ സ്ത്രീകളുടെ പ്രസവത്തെക്കുറിച്ച് പറയുന്നത് എല്ലാവരും ഫാക്ടറിയിൽ എന്ന പോലെ കുട്ടികളെ പെറ്റുകൂട്ടുന്നു, എന്നിട്ട് അയ്യോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണേ എന്ന് പരാതിപ്പെടും. ആരാണ് ഇവരോടൊക്കെ കുട്ടികളെ ഉണ്ടാക്കാൻ പറഞ്ഞത്? കുട്ടികൾ ഉണ്ടായ ശേഷം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നിൽക്കരുത്. ആളുകൾ കുട്ടികളുമായി എന്റെ അടുക്കൽ സഹായം ചോദിച്ചു വരുന്നു. ഞാനാണോ അവരെ പ്രസവിച്ചത്? നിങ്ങളുടെ തെറ്റിന് ഞാൻ എന്തിനു സഹായിക്കണം? നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ വരലക്ഷ്മി മറ്റുള്ളവർക്ക് ഒരു ഉപദേശം കൂടി നൽകുന്നുണ്ട്. സാമ്പത്തികമായി സ്ഥിരതയുള്ളപ്പോൾ മാത്രമേ കല്യാണം കഴിക്കുവാനും കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും പാടുള്ളൂ. വരലക്ഷ്മിയുടെ ഈ അഭിപ്രായത്തോട് സമൂഹത്തോട് സ്നേഹവും കടപ്പാടും ഉള്ളവർക്ക് എങ്ങനെ യോജിക്കാൻ പറ്റും? അതായത് പണക്കാർ മാത്രം വിവാഹത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ചിന്തിച്ചാൽ മതിയെന്ന് വരലക്ഷ്മിയുടെ ഈ മനോഭാവത്തെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ചുരുക്കി പറഞ്ഞാൽ പണക്കാർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്നാണ് വരലക്ഷ്മി പറയുന്നത്. ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത നടി പ്രിയാമണി വരലക്ഷ്മിയുടെ ഈ അഭിപ്രായത്തെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. വരലക്ഷ്മി പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് പ്രിയാമണി ശരിവെച്ചു. ഇവരുടെയൊക്കെ ഈ അഭിപ്രായത്തെയും മനോഭാവത്തെയും ഒക്കെ ശക്തമായി എതിർക്കപ്പെടേണ്ടതല്ലേ? ഇവിടെ ഇപ്പോൾ പണവും പ്രശസ്തിയും ഒക്കെയുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ പ്രസവിക്കാൻ വയ്യ, കുട്ടികൾ വേണ്ട. സിനിമയുടെ മാസ്മരിക ലോകത്ത് ജീവിക്കുന്നവർക്കാകട്ടെ പ്രസവം എന്നത് ഗ്ലാമറിനെ ബാധിക്കുന്ന പ്രക്രിയ ആയതിനാൽ അവരും അതിന് മുതിരില്ല. പണമില്ലാത്തവർ കല്യാണം കഴിക്കരുത്, അഥവാ കല്യാണം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാകരുത് എന്നൊക്കെ വരലക്ഷ്മിമാരും പ്രിയാമണിമാരും ഒക്കെ പറയുമ്പോൾ എങ്ങോട്ടാണ് ഈ പുതുതലമുറയുടെ യാത്രയെന്ന് ചിന്തിച്ചു പോവുകയാണ്. വരലക്ഷ്മിയുടെ കുട്ടിക്കാലത്ത് 5-6 പേർ തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുകയുണ്ടായി. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ തന്റെ ബാല്യ കൗമാര കാലങ്ങൾ കഴിഞ്ഞു പോയത് കൊണ്ടാകാം കുട്ടികളോട് താല്പര്യവും സ്നേഹവും ഒന്നും തോന്നാത്തത്. ഇതെല്ലാം പറഞ്ഞു പോയത് നടി രാധികയുടെ സിനിമാ ബന്ധത്തെക്കുറിച്ച് പറയേണ്ടി വന്നതുകൊണ്ടാണ്. എന്തായാലും നടി രാധികയുടെ തായ്ക്കിഴവിയിലെ മികവുറ്റ അസാധ്യമായ അഭിനയ പാടവത്തിന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ദേശീയ അവാർഡ് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.